പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് നിയമസഭാ ഇലക്ഷനിൽ LDF 110 സീറ്റുകൾ നേടുമെന്നാണ്. ഇത് കേട്ട കോൺഗ്രസുകാരും ലീഗുകാരും LDFനെയും പിണറായി വിജയനെയും നല്ലപോലെ ട്രോളുന്നുണ്ട്. ആരാടാ ഞങ്ങളുടെ വിജയേട്ടനെ കളിയാക്കിയത്? വയസ്സാങ്കാലത്ത് ഒരു ആഗ്രഹം പറയുമ്പോ ട്രോളും തുടങ്ങിയൊക്കെ. അതുകൊണ്ട് പന്തയം വെക്കുമ്പോൾ വല്ല ആടിനോടോ പൂച്ചയോടോ ഒക്കെ വെക്ക്, സിംഹത്തിന്റെ മേൽ വെക്കല്ലേ. ഇനിയാണ് CPMന്റെ യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത്. പഞ്ചായത്ത് ഇലക്ഷനിലും ലോക്സഭാ ഇലക്ഷനിലൊക്കെ CPM വെറുതെ ഒരു എന്റർടൈൻമെന്റ് എടുത്ത് മത്സരിച്ചാണ്. ജയിക്കണം എന്ന് വിചാരിച്ച് മത്സരിച്ചൊന്നല്ല, വെറുതെ ഒരു എന്റർടൈൻമെന്റിന്, ഒരു ഫ്രണ്ട്ലി മാച്ച്. CPMന്റെ ബ്രാഞ്ച് കമ്മിറ്റികൾ, ലോക്കൽ കമ്മിറ്റികൾ, ഏരിയ കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റികൾ എല്ലാം ഒന്നിച്ച് ഒറ്റക്കെട്ടായി അടിത്തട്ടിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ട് ഈ പാർട്ടിക്ക്. അത് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. കഴിഞ്ഞ ഇലക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഒരു ടൂർ പോയതായിരുന്നു, അതുകൊണ്ടാണ് UDF ജയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം 10 വർഷമായിട്ട് ഭരണം കയ്യിലുള്ളത് കൊണ്ട് അവരൊന്ന് ഒതുങ്ങിയതാണ്. പക്ഷെ അവരൊന്ന് ഒരുമിച്ച് ഇറങ്ങിയാൽ നിങ്ങളെ കൊണ്ടൊന്നും താങ്ങില്ല. തോറ്റ സ്വരാജിനും മത്സരിക്കാത്ത സ്വരാജിനും മാത്രമല്ല, 10 വർഷമായിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന CPM പോരിക്കണം. ഈ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും തോറ്റിട്ട് അവസാനത്തെ കൊല്ലപ്പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിച്ച് ജയിക്കുന്ന ഒരു രീതിയില്, അതാണ് ഞങ്ങൾക്കിഷ്ടം. ഓണപ്പരീക്ഷക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും 8 കയറി പൊട്ടുമ്പോ കൊല്ലപ്പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിച്ച് കാണിച്ചു തരാവടാ എന്ന് പറഞ്ഞ് 16 നില കയറി പൊട്ടുന്ന രീതി കൂടി ഉണ്ട് കേട്ടോ. നിയമസഭാ ഇലക്ഷൻ LDFന്റെ ടെറിട്ടറിയാണ്. അവിടെ കയറി LDFനെ വീഴ്ത്താൻ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുമെന്ന് തോന്നുന്നില്ല. പൊളിറ്റിക്കൽ സർജിക്കൽ സ്ട്രൈക്ക് ഫ്രം LDF. ഇറ്റ്സ് കോൾഡ് LDF 3.0 ലോഡിംഗ്. അപ്പൊ എങ്ങനെ സഖാക്കളെ, ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ ഇറങ്ങുവല്ലേ? നമ്മുടെ ലക്ഷ്യം 110 സീറ്റ്. ലാൽ സലാം സഖാക്കൾ. ലാൽ സലാം.